രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. വടകരയിൽ MP ആയ ഷാഫി പറമ്പിലിനെ വടകരയിൽ തന്നെ തടയുന്ന ഒരു സീനാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പം രാഹുൽ മാങ്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഒരുപാട് തെളിവുകൾ വന്നു. അതിലൂടെ ഇരയുടെ വോയിസ് നമ്മൾ കേട്ടു. അവർ അഭിമുഖീകരിക്കുന്ന സാഹചര്യം എന്താണെന്നുള്ളത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എത്രത്തോളം ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇതെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനത്തിരിക്കാൻ യാതൊരു രീതിയിലും ധാർമ്മികമായി യോഗ്യതയില്ല എന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങളും തന്നെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം MLA സ്ഥാനത്ത് നിന്നും രാജിവെക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടി അതിന് മുൻകൈയെടുത്ത് ചെയ്യണം എന്ന രീതിയിൽ അങ്ങോളം ഇങ്ങോളം ഈ കാര്യങ്ങൾ അഭിപ്രായങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നതിനിടയ്ക്ക് നടുറോഡിൽ ഇറങ്ങി ഡിവൈഎഫ്ഐ നടത്തുന്ന പ്രതിഷേധമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇതിലൊരു ശരികേട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതേക്കുറിച്ചാണ്. അപ്പൊ നമുക്ക് ആ വിഷയത്തിലേക്ക് പോവാം. വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായി നിങ്ങൾ നൽകുന്ന സംഭാവനകൾ കൊണ്ടാണ്. നമ്മുടെ വീഡിയോസ് നമ്മൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാന മാർഗമായ മോണിറ്റൈസേഷൻ, അതിനെയാണ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചത് കൊണ്ട് കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കമന്റിലേക്ക് ഒരാൾ കമന്റ് ചെയ്ത് കണ്ടു, നെഗറ്റീവ് റിപ്പോർട്ട് നിങ്ങൾക്ക് മാത്രം എങ്ങനെയാണ് വരുന്നത്? മറുനാടൻ ഷാജനും അതുപോലുള്ള വലിയ ഒരുപാട് പേര് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അവർക്കൊന്നും നെഗറ്റീവ് റിപ്പോർട്ട് വരുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും തന്നെ നെഗറ്റീവ് റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പൊ വലിയ ചാനലുകൾ നടത്തുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ടുള്ള ഹാക്കർ ബാക്കപ്പ് ഉണ്ടാവും. എത്തിക്കൽ ഹാക്കർ എന്ന് കേട്ടിട്ടുണ്ടാവും. അവരാണ് നമ്മളെ ഇതുപോലുള്ള നെഗറ്റീവ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ തിരിച്ച് ഒന്നും വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഒക്കെ ബാധിക്കപ്പെടാത്ത രീതിയിൽ ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിന് നല്ല ദുട്ട് കൊടുക്കണം. കാശ് ചിലവുള്ള കാര്യമാണ്. അപ്പൊ വലിയ ചാനലുകാർക്ക് അത് ചെയ്യാൻ കഴിയും. എനിക്ക് ദുട്ടില്ലാത്തത് കൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ എനിക്ക് ഈ രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. എന്നാൽ ഈ പറയുന്ന പോലെ നമുക്കും ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഹാക്കർ നമുക്കും ഉണ്ട്, ഒരു പയ്യനുണ്ട്. അപ്പം ആ പയ്യൻ്റെ അടുത്ത് നമ്മൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അവന് ഒരു ചെറിയ ഫീസ് ഞാൻ കൊടുത്തു പോകുന്നുണ്ട്. ഈ നിങ്ങളൊക്കെ തരുന്ന ഫണ്ടിൽ നിന്നൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെ ഈ കാര്യങ്ങൾ ഒരു 6 മന്ത്സിനുള്ളിൽ തന്നെ മാക്സിമം സോർട്ടായി പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുവരെയുള്ള ഒരു കാലയളവിൽ മാത്രമാണ് നമ്മൾ ഈ സഹായം ചോദിക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവരെ സഹായിക്കുക, താല്പര്യമില്ലാത്തവരെ സഹായിക്കേണ്ട. ഇങ്ങനെ സംശയമൊന്നും ചോദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ടോളും, വീഡിയോയിൽ തന്നെ മറുപടി തരാം. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിഷയം എന്താണെന്ന് വെച്ചാൽ ഷാഫി പറമ്പിലിനെ വഴിയിൽ തടയുന്ന ഡിവൈഎഫ്ഐ. എന്താണ് വിഷയം? കോഴിയായിട്ടുള്ള നമ്മുടെ MLA കോഴിത്തരങ്ങൾ വളരെ വ്യക്തമായി പൊതുസമൂഹത്തിന് മുന്നിൽ വന്നു. MLA ഒരു ധൈര്യം അതായിരുന്നു. പൊതുസമൂഹത്തിന് മുന്നിൽ വന്നാലോ അല്ലെങ്കിൽ കേസുമായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഇര വന്നാലോ ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ലാതെ തട്ടുകേടില്ലാതെ ഞാൻ അങ്ങ് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കോൺഗ്രസിലെ വളരെ വേണ്ടപ്പെട്ട ഒരു നേതാവാണ് എന്നൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഈ ഒരു പ്രിവിലേജിന്റെ പുറത്താണ് എല്ലാവരോടും തോന്നുന്ന രീതിയിലൊക്കെ എന്താ പറയാ, രാത്രികളിൽ മാത്രം അഴിഞ്ഞു വരുന്ന ഒരു കോഴിയെ പോലെ ഇദ്ദേഹം പ്രവർത്തിച്ചു നടന്നു. അപ്പൊ ഇത് നിയമപരമായി പോയി ഒരു കേസ് മാത്രമായിട്ട് വന്ന് മുകേഷ് MLA എതിരെ വന്നതുപോലെ കേസ് മാത്രമായിട്ട് വന്ന് അങ്ങനെ ഒരു ജാമ്യം കിട്ടിയൊക്കെ പോയിരുന്നെങ്കിൽ പോലും ഇത്രയധികം ഒരു ഡാമേജ് ഉണ്ടാവില്ലായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇയാൾ എന്താണോ അത് അങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് വന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എന്താ പറയാ, നിഷ്പക്ഷമായി, പാർട്ടിയുടെ അടിമത്വമൊന്നും ഇല്ലാത്ത നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഇടം വലം നോക്കാതെ രാഹുൽ മാങ്കൂട്ടം ശരിയല്ല എന്നൊരു സംഗതി മനസ്സിലായി കഴിഞ്ഞു. അതിന്റെ ഇടയ്ക്ക് അവന്തികയെ പോലുള്ള ആളുകളെയൊക്കെ പൊക്കിക്കൊണ്ട് വന്ന് ഇതൊരു ഫേക്ക് പരിപാടിയാണ് എനിക്കെതിരെ നടക്കുന്നതെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടം തന്നെ മുൻകൈ എടുത്ത് വന്നിരുന്നു. ചോറ് തിന്നുന്ന മനുഷ്യർക്ക് മനസ്സിലാവും നിങ്ങൾ ഈ പറയുന്ന അവന്തികയെ കൊണ്ട് ഈ പറയുന്ന 9 പരാതികൾ നിങ്ങൾക്ക് റദ്ദ് ചെയ്യാൻ സാധിക്കില്ല. ബാക്കിയുള്ള സ്ത്രീകളെല്ലാം അവന്തികയെ പോലെ തന്നെ വന്നതാണ് നിങ്ങൾക്ക് റദ്ദ് ചെയ്ത് പറയാൻ വേണ്ടി ഒരിക്കലും സാധിക്കില്ല. പിന്നെ ഒരുപാട് പേര് പറയുന്നത് കേട്ടു, അങ്ങനെ ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ, നിർബന്ധിച്ച അബോർഷൻ എന്ന പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പൊ കേസ് വന്നിട്ടുണ്ട് ബാലാവകാശ കമ്മീഷനിൽ. അങ്ങനെ ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ അവരെന്താ വിളിച്ചെത്ത് വരാത്തത്, അല്ലെങ്കിൽ അവർ പ്രസവിക്കുമല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നോക്കൂ, നിങ്ങൾ കാണാത്ത ആൾക്കാരൊന്നും ഈ ലോകത്തില്ല എന്നല്ല അർത്ഥം. അവർ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ല എന്നതാണ് അർത്ഥം. അപ്പൊ ഈ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായത് കൊണ്ടാണല്ലോ ബാലാവകാശം സ്വമേധയാ കേസ് എടുക്കുന്നത്. അല്ലാതെ അവർക്ക് തെളിവൊന്നും ഇല്ലാതെ കേസ് എടുക്കാനായിട്ട് തലയ്ക്ക് വിട്ടൊന്നുമില്ല. അപ്പോ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ട് എന്നത് നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ പൊക്കിപ്പിടിക്കുന്ന നേതാവിനും വലിയ ഉറപ്പാണ്. അപ്പൊ ആ നേതാവ് അതിനെ എതിർത്തുകൊണ്ട് ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല, ഇങ്ങനെ ഒരു വ്യക്തി ഇല്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് ഇതുവരെയും രംഗത്ത് വരാത്തതിന്റെ കാരണം ഉണ്ടോ ഇല്ലയോ എന്ന് അയാൾക്കറിയാം. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളെ പറ്റിയാണ് നിങ്ങൾ വാചാലരായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ശരിയാണ്. ഇങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഒരു വ്യക്തിയെ ഷാഫി പറമ്പിൽ MLA എന്ന വ്യക്തി സംരക്ഷിച്ചു. ഇപ്പോൾ പോലും പുറത്തു വന്ന് പറയുന്നത് എന്താണ്? അയാൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഇത് കളഞ്ഞു, അല്ലാതെ MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ CPM കുറെ, ഇതൊക്കെ സെയിം പാറ്റേൺ എന്താ പറയാ നേതാക്കൾ പറയുന്ന അതേ പാറ്റേൺ തന്നെയാണ് ഷാഫി പറഞ്ഞത്. അപ്പൊ ഒബ്വിയസ്ലി ഇതുവരെ ഷാഫിക്ക് ഉണ്ടായിരുന്ന ഒരു ജനപിന്തുണ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഷാഫിയോടുള്ള മനസ്സിലുണ്ടായിരുന്ന ഒരു സ്ഥാനം, അത് താഴേക്ക് വീണു. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനും പറഞ്ഞിരുന്നു, പേഴ്സണലി എനിക്കും അത് താഴേക്ക് പോയൊരു സംഗതിയാണ്. കാരണം സ്ത്രീകളുടെ അടുത്ത് ഇത്ര രീതിയിലൊരു ഹാബിച്വൽ ഒഫൻസ്, അതായത് ഇങ്ങനെ ഇയാൾ ഇങ്ങനെ ഒരാൾ കഴിഞ്ഞ് ഒരാൾ ഇങ്ങനെ ഒരേ സമയം ഇയാള് ഇങ്ങനെ ഒരു മാനസിക രോഗിയാണ്. ഇങ്ങനെ ഇയാള് വല നെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇവരിത് ഒതുക്കി രക്ഷപ്പെടുത്തിയതിലൂടെ ഇവരെന്താണ് ഇങ്ങനെ ഒരു ക്യാൻസറിനെ ഒരു പാർട്ടിന്റെ ഉള്ളിൽ വളരാൻ അനുവദിച്ചു. പാലക്കാട് പോലൊരു സീറ്റില് എന്താ പറയാ മത്സരിപ്പിച്ച് MLA ആക്കി. അതില്
ഷാഫിയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി ചെയ്തത് ശരിയായില്ലെന്ന് ഇടം വല്ല നോക്കാതെ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ ഒരു ചിന്ത ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും വന്നു. ഷാഫി എന്തുകൊണ്ട് ഇത് ചെയ്തു, ഷാഫി എന്തിനു ഇത് പറഞ്ഞു എന്നൊരു ഇടിവ് വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഡിവൈഎഫ്ഐക്കാർ ഈ ചെയ്യുന്നതിനെ ഒരു രീതിയിലും ഞാൻ ന്യായീകരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നടു റോഡിൽ ഇറങ്ങിയിട്ടല്ല ഒരു രാഷ്ട്രീയക്കാരനെതിരെ നിങ്ങൾ പ്രതിഷേധിക്കേണ്ടത്. അതിന്റെ കാലം കഴിഞ്ഞു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ കാലത്തിൽ ഇതുപോലെയല്ല പ്രതികരിക്കേണ്ടത്. ഡിവൈഎഫ്ഐക്കാർ പ്രതികരിച്ചതിന്റെ യഥാർത്ഥ മുഖം അല്ലെങ്കിൽ കുറച്ച് ദൈർഘ്യമുള്ള കാഴ്ചകൾ കാണണമെന്നുണ്ടോ? അതൊന്ന് കണ്ടു നോക്കൂ. ഈ രീതിയിൽ ഒരു എംപിനെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിൽ പ്രതിഷേധിക്കാൻ എന്ത് അവകാശമാണ് ഇവർക്കുള്ളത്? ഇതാണോ സമരത്തിന്റെ രീതി? ഇതാണോ പ്രതിഷേധത്തിന്റെ രീതി? പോലീസുകാർ ഇതാ അടിക്കാൻ വരുന്നവരെ പിടിച്ച് മാറ്റുവാണ്. എംപിനെ അകത്തേക്ക് പോലീസ് സത്യം പറഞ്ഞിട്ട് നിങ്ങൾ ഏത് നാട്ടിലെ പോലീസാ? നിങ്ങൾ എങ്ങനെയാണോ ഒരു എംപിനെ ഇത്ര ആൾക്കാർ കൂടി ആക്രമിക്കാൻ വരുമ്പോഴത്തേക്ക് ഈ രീതിയിലാണോ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? പിണറായി വിജയന്റെ പോലീസിന് നട്ടലില്ല അല്ലെങ്കിൽ പോലീസിന് ധൈര്യമില്ലെന്ന് ഓരോരുത്തരും ഒളിഞ്ഞും തെറിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിൽ. ഇതുപോലുള്ള വീഡിയോകളിലൂടെ നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന അങ്ങനത്തെ കാഴ്ചകളാണ്. നല്ല അടിച്ചോടിക്കുന്നതിന് വരെ നിങ്ങൾ എന്താ ചെയ്യുന്നേ? നിങ്ങൾ എന്താ മധ്യസ്ഥം കളിക്കുന്ന പള്ളിയിലച്ചന്മാരായി മാറിപ്പോയോ നിങ്ങൾ? ഷാഫി പറമ്പിൽ പുറത്തേക്ക് ഇറങ്ങി വന്നു. മറ്റുള്ളവരെക്കാട്ടിയും വ്യത്യസ്തമായിട്ട് ഷാഫി പറമ്പിൽ പുറത്തേക്ക് ഇറങ്ങി. അത് വലിയ കേമത്തമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഈ ചെയ്തത് ഒരു വൃത്തികേടാണ്. അതിനെതിരെ പ്രതികരിച്ച ഒരു എം പി എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. ആ കാര്യത്തിൽ മാത്രം, വേറൊരു കാര്യത്തിലും ബഹുമാനിക്കേണ്ടതില്ല എന്ന് ഞാൻ എടുത്തെടുത്ത് പറയാണ്. പക്ഷേ ഒരു എം പിയെയോ ഒരു MLA യോ ഒരു മന്ത്രിയോ ഒന്നും ഇതുപോലെ നടു റോഡിൽ തടഞ്ഞുകൊണ്ടല്ല ഇവിടെ നീതിയും ന്യായവും ധാർമ്മികതയും ഒക്കെ പുലരേണ്ടത്. ഈ നടു റോഡിൽ ഇറങ്ങുന്ന സംസ്കാരം തന്നെ ശരിയല്ല. ആ നടു റോഡിൽ എത്ര പബ്ലിക് ആയിട്ടുള്ള ജനങ്ങൾ ഉണ്ടാവും? ഒരു കുട്ടി ഉണ്ടാവും, ചിലപ്പോൾ റോഡ് മുറിച്ച് കിടക്കുന്ന ഒരു കുട്ടി ഉണ്ടാവും, പ്രായമായ ഒരു വൃദ്ധയുണ്ടാവും, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. എത്ര പേര് ഇതിനകത്തുണ്ടാവും? ഇവരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആയി പോകുന്ന ഒരു നിമിഷം ഉണ്ടാവും. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഒരു റോഡ് മുഴുവൻ ബ്ലോക്ക് ആക്കിക്കൊണ്ട്. ഇങ്ങനെയല്ല. ഇങ്ങനെ പ്രതിഷേധിക്കുന്ന രാഷ്ട്രീയക്കാരെ ഒരു രീതിയിലും വളർത്താൻ പാടില്ല. പിന്നെ ഡിവൈഎഫ്ഐക്ക് എന്ത് യോഗ്യതയുണ്ട് ഇതിനൊക്കെ പ്രതിഷേധിക്കാൻ? നിങ്ങൾ പറയുന്നുണ്ട് മുകേഷിനെതിരെ വോയിസ് ഇതൊന്നും വന്നില്ല. ഇതുപോലത്തെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നതുപോലെ കൃത്യമായിട്ട് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള യാതൊരു കാര്യവും വന്നില്ല. മുകേഷിനെ അറസ്റ്റ് ചെയ്തിട്ട് വിട്ടയച്ചു, ജാമ്യത്തിൽ പോകുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പം നിയമപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശിക്ഷിച്ചാലും മാത്രമേ MLA സ്ഥാനം പോകുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കിയാൽ MLA സ്ഥാനം പോകേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് CPM ന്യായീകരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ അവർ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയ ധാർമ്മികത ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങളുടെ MLA ശ്രീപീഡന കേസിൽ പ്രതി ആയിരിക്കാം, അല്ലായിരിക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളുടെ MLA-നെ സംരക്ഷിക്കും. ഇനി എന്തെങ്കിലും ഇതുപോലത്തെ കേസ് വരികയാണെങ്കിൽ തന്നെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഇതൊന്നും ബാധകമല്ല, അതൊക്കെ പാർട്ടി അന്വേഷിക്കും. ഇതാണ് ഇവരുടെ വ്യക്തമായ നിലപാട്. അപ്പൊ ഇവരിങ്ങനെയാണെന്നുള്ളത് ഈ കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ പാളയത്തിൽ നിന്ന് എന്ത് വൃത്തികെട്ട വാർത്തകൾ വന്നാൽ ആർക്കും ഒരു ഈ രാഹുലിന്റെ കാര്യത്തിലൊക്കെ ഞെട്ടിയതുപോലെ ഒന്നും ആരും ഞെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പ്രതീക്ഷിക്കുന്നത് ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. കോൺഗ്രസിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് ഇവിടെ ഇത്രയും ആളുകൾ അഭിപ്രായം പറയാൻ കാരണം. അപ്പൊ അങ്ങനെ എന്ത് സംഭവിച്ചാലും തീവ്രത പോരാ. അല്ലെങ്കിൽ പണ്ട് കേട്ടിട്ടുണ്ട് ഇതുപോലെ ഒരു പാർട്ടി കമ്മിറ്റിയില് ഒരു സഖാവായിട്ടുള്ള ഒരു സ്ത്രീയെ മറ്റൊരു സഖാവ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതിന് ശേഷം ഇവര് എന്താ പറയാ ഇതേപോലെ കമ്മിറ്റി കൂടി പരാതി വന്നു, ചർച്ചയായി. അവസാനം ഈ പെൺകുട്ടി ഗർഭിണി ആയിട്ടില്ല എന്ന് വിധിച്ചു. അവസാനം ഈ പെൺകുട്ടി പ്രസവിച്ചു കഴിഞ്ഞതോടുകൂടി ആ പ്രസവിച്ചതിന്റെ പേരിൽ ആ പെണ്ണിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇതൊക്കെ പാർട്ടിയിൽ നടന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും ഉടുപ്പുകെട്ട കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് വടകരയിൽ ഒരു MP-നെ റോഡിൽ തടയാനുള്ള യാതൊരു യോഗ്യതയില്ല. നിങ്ങൾക്ക് തടയാനാണെങ്കിൽ നിയമം നിങ്ങളുടെ കയ്യിലാണ്, മുഖ്യമന്ത്രി നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ അത് ഉപയോഗിക്കൂ. ഈ പറയുന്ന ഇരയ്ക്ക് മാനസികമായിട്ടുള്ള പിന്തുണ കൊടുത്ത് ഇരയെ നിങ്ങൾ ലീഗലായിട്ട് മുന്നോട്ട് പോകാനായിട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നിയമസഭയിൽ നിങ്ങളുടെ ആൾക്കാരിപ്പില്ലേ, അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്ക്, അവിടെ പോയി രാജിവെപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, രാഷ്ട്രീയപരമായിട്ടുള്ള സമ്മർദ്ദം കൊടുക്കുക. അല്ലാണ്ട് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് പോലീസിനെ ബുദ്ധിമുട്ടിച്ച് കുറെ സമയം ആൾക്കാരെ നശിപ്പിച്ച് എന്തിനാ നിങ്ങൾ ഈ പേക്കൂത്ത് കാണിക്കുന്ന? ആർക്ക് വേണ്ടിയാ? നിങ്ങളുടെ ധാർമ്മികതയൊക്കെ നാട്ടിൽ പാട്ടാ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എത്രത്തോളം ധാർമ്മികത ഉണ്ടെന്നുള്ളത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ഈ പറയുന്ന കൂട്ട് ശർക്കര തിന്നുന്നവനെ പറയുന്നു എന്നല്ലാതെ നാട്ടുകാർക്ക് വേറെ ഒന്നും തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വലിയെന്തോ സംഭവമാക്കി കാണിച്ച് ഇതിന്റെ പേരിൽ CPM-നെ മൊത്തത്തിൽ അങ്ങ് വെളുപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പക്ഷേ കോൺഗ്രസിന് ഇപ്പൊ ഈ മാങ്കൂട്ടം അർഹിക്കുന്ന ഡാമേജ് എന്താണോ അത് നിങ്ങൾ കൊടുക്കുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള സംശയമില്ല. സത്യം പറഞ്ഞാൽ ഈ BJP എന്ന് പറയുന്ന മൂന്നാം മുന്നണി ഇവിടെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ ഈ ജനങ്ങളും നോക്കി നിൽക്കണം ആരൊക്കെ എന്തൊക്കെ ചെയ്യുവാണ് എന്നുള്ളത് കണ്ടുകൊണ്ട്. അപ്പൊ CPM-ഉം ഇപ്പൊ ചെയ്യുന്നതെല്ലാം തന്നെ ഈ പറയുന്ന പോലെ നല്ല രീതിയിലുള്ള ഡാമേജ് അപ്പുറത്ത് വന്നു കഴിഞ്ഞു. VD സതീശൻ ഒരു ബോംബ് പൊട്ടിക്കാൻ പോയി, അത് ചീറ്റിപ്പോയി.
അതാണെങ്കിൽ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന ബോംബാണ്. അപ്പം കണ്ടം ചാടി വന്ന ഒരു മനുഷ്യനെ വിശ്വസിച്ചു എന്നുള്ളൊരു തെറ്റാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത്. അതേപറ്റി നമുക്ക് പറയാം കേട്ടോ. അപ്പം അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു. ഇതെല്ലാം ഈ രീതിയിൽ വരുമ്പോൾ ജനങ്ങളെ പ്രതിഷേധം പ്രകടിപ്പിക്കേണ്ടത് വോട്ട് ചെയ്യുമ്പോഴാണ്. മനസ്സിലായില്ലേ? നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഇങ്ങനെ വൃത്തികെട്ടവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ വോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നാളെ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന രാഷ്ട്രീയക്കാരനാവാൻ വേണ്ടി നോക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ചിന്ത ഉണ്ടാവും. നമ്മുടെ പേരിൽ ഇമാതിരി എന്തെങ്കിലും സ്വഭാവ വൈകല്യത്തിന്റെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ ഭാവി തീർന്നു. കേരളത്തിലെ ജനങ്ങൾ പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല, എന്ത് ചെയ്താലും വോട്ട് ചെയ്യില്ല. ഈ ഒരു ചിന്തയാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ തന്നെ നന്നായിക്കോളും. അപ്പൊ അത് പ്രകടിപ്പിക്കേണ്ടത് എവിടെയാണ്? അടുത്ത ഇലക്ഷന് നമുക്ക് പ്രകടിപ്പിക്കാം. ബാക്കി എന്തെങ്കിലും രാഷ്ട്രീയപരമായി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമസഭ കൂടുമ്പോൾ അവിടെ പ്രകടിപ്പിക്കാം. അല്ലാതെ റോഡിൽ ഇറങ്ങി ഇന്ന് എന്ത് വൃത്തികേടാണ് നിങ്ങൾ കാണിക്കുന്നത്? ഒരു കാരണവശാലും ഒരു മനുഷ്യനെ വഴി തടയുന്നത്, സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നത് എന്താണ്? പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും ഒക്കെ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അതിപ്പോ അപ്രസക്തമാണെന്നേ. ഇപ്പൊ സമരത്തിന്റെ ആവശ്യമില്ല. എന്ത് സമരം ചെയ്ത് പിന്നെ എന്ത് തെറ്റ് ചെയ്താലും രാഹുൽ മാങ്കൂട്ടം ആണെങ്കിൽ പോലും അയാളെ റോഡിൽ ആക്രമിക്കാനോ എറിഞ്ഞ് തല പൊട്ടിക്കാനോ അല്ലെങ്കിൽ കൊല്ലാനോ ഒന്നുള്ള അവകാശം ഒന്നും ഇവിടെ ഒരു പാർട്ടിക്കാരനും ഇല്ല പ്രതിഷേധത്തിന്റെ പേരിൽ. മനസ്സിലായില്ലേ? നിങ്ങളെ ഗുണ്ടായിസം കാണിക്കാനുള്ള വേദിയായിട്ട് ഈ ഒരു സംഭവത്തെ കാണരുത്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. വളരെയധികം തെളിവുകൾ പച്ചയ്ക്ക് പുറത്തു വന്നിട്ടുള്ള, ആളുകൾക്ക് പോലും ഒരു കാര്യം മറുത്തു പറയാൻ കഴിയാത്ത രീതിയിൽ അനിഷേധ്യമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ആ വ്യക്തിയെ ഒറ്റപ്പെടുത്തുക, ആ വ്യക്തിയെ മാറ്റി നിർത്തുക, ആ വ്യക്തിയെ വളരാൻ അനുവദിക്കാതിരിക്കുക. കാരണം ഇങ്ങനത്തെ വ്യക്തികൾ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്ത ഒരുത്തൻ രാഷ്ട്രീയത്തിൽ വേണ്ട. അത് ഏത് പാർട്ടിയിലാണെങ്കിലും. ഈ തീരുമാനം ജനങ്ങളാണ് എടുക്കേണ്ടത്. അത് റോഡിൽ തടഞ്ഞുകൊണ്ടോ റോഡിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ ഗുണ്ടായുസം കാണിച്ചുകൊണ്ടോ അല്ല. പോസിറ്റീവ് പൊളിറ്റിക്സിലൂടെ തന്നെ വോട്ട് ചെയ്യുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചാൽ മതി. ഞാനാ തീരുമാനിക്കുന്നത് ഞാൻ ആർക്ക് വോട്ട് ചെയ്യണോ എന്നുള്ളത്. ഈ തീരുമാനം ഓരോ വ്യക്തിക്കും ഉണ്ടായ നമ്മുടെ നാട് നന്നാവാനും നമ്മൾ നന്നാവാനും. അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.